ഭിന്നശേഷി മൂലം നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ കൺവെൻഷൻ കട്ടപ്പനയിൽ KPST ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സുപ്രീംകോടതി വിധിയിലൂടെ കഴിയുമായിരുന്നിട്ടും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാക്കി നിയമനങ്ങൾ തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിയമപരമായും സമരങ്ങളിലൂടെയും പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് കൺവെൻഷൻ രൂപം നൽകി. കൺവെൻഷനിൽ പങ്കെടുത്ത അധ്യാപകരുടെ നിയമന സംബന്ധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ക്രോഡീകരിച്ചു. KPST ജില്ലാ പ്രസിഡന്റ് ആനന്ദ് എ കോട്ടിരി അധ്യക്ഷത വഹിച്ച യോഗം സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആര് ഭരിച്ചാലും അധ്യാപകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് ഈ സംഘടന ചെയ്യുന്നത്. കഴിഞ്ഞ 9 വർഷങ്ങളായി എയ്ഡഡ് സ്കൂൾ നിയമനത്തിൽ ഈറാമുട്ടിയായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 16,000-ഓളം വരുന്ന അധ്യാപകരാണ്, ഒന്നും രണ്ടുമല്ല, 16,000-ഓളം വരുന്ന അധ്യാപകരാണ് കേരളത്തിൽ ഉടനീളം ഈ ഭിന്നശേഷി പ്രശ്നത്തിൽ അവർക്ക് ശമ്പളം ലഭ്യമല്ലാതായിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആളുകൾ അന്വേഷിക്കാറുണ്ട്, എന്താണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരം? എയ്ഡഡ് സ്കൂൾ നിയമനത്തിന് റിസർവേഷൻ ആവശ്യപ്പെട്ടു ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ച് 1996-ലും 2017-ലും അനുകൂലമായ വിധികൾ നേടുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് ജോബിൻ കെ കളത്തിക്കാട്ടിൽ, സംസ്ഥാന കൗൺസിലർ ടി ശിവകുമാർ, സംസ്ഥാന ഉപസമിതി ചെയർമാൻ N വിജയകുമാർ, ബിൻസ് ദേവസ്യ, റജി ജോർജ്, KM ജിനുമോൻ എന്നിവർ പങ്കെടുത്തു.